ഹായ്. അങ്ങനെ നമ്മൾ ഒക്ടോബർ മന്ത് എന്താ പറയുക ട്രേഡിങ് മൊത്തം കഴിഞ്ഞു. ഒക്ടോബർ മന്ത് ഫുള്ള് കഴിഞ്ഞ് നമുക്ക് പിയാനിൽ നോക്കാം ഈ മാസം എത്ര ലോസ് വന്നു എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രോക്കറിൽ വന്ന് ഇത് ഫിൽറ്ററിൽ ഡേറ്റ് റേഞ്ച് ഒക്ടോബർ 1 മുതൽ നവംബർ 1 വരെ കുഴപ്പമില്ല. ഓക്കെ ഉണ്ടല്ലേ. നമ്മളെ ലോസ് വരുന്നത് 3756 ഒക്ടോബർ മന്ത് ടോട്ടൽ ലോസ് നമ്മൾ വരുന്നത്. ഇതൊക്കെ നമ്മളടുത്ത എൻട്രിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് നമ്മൾ എൻട്രി കാര്യങ്ങളൊക്കെ. ഓക്കെ, നമ്മൾ ഈ ഒക്ടോബർ മാസം ഏകദേശം 13 ട്രേഡ് എടുത്ത് അതിൽ 13 ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് വന്നത് ആകെ 4 ട്രേഡിൽ മാത്രമേ ഉള്ളൂ. ബാക്കി 9 ട്രേഡിലും നമ്മൾ ലോസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രാറ്റജി മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. നമ്മൾ എല്ലാവർക്കും അറിയാലോ, നമ്മൾ ട്രേഡിംഗ് പറയുമ്പോൾ ഒരു പ്രോബബിലിറ്റി ഗെയിമാണ്. ഈ മാസം പ്രോബബിലിറ്റി അതായത് കൂടുതൽ പോയത് ലോസ് എടുക്കാം. പക്ഷേ ഈ മാസം നമ്മൾ അത്രയും 9 ട്രേഡ് ലോസും 4 ട്രേഡ് പ്രോഫിറ്റും വന്നിട്ട് പോലും നമുക്ക് ഈ മാസം ടോട്ടൽ ലോസ് വരുന്നത് 3750, അതായത് നിയർലി ഒരു 3800 രൂപ നമുക്ക് ടോട്ടൽ ലോസ് വരുന്നുള്ളൂ ഈ ഒരു മാസം. അതായത് നമ്മൾ ക്യാപിറ്റലിൻ്റെ 2% എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വലിയൊരു ലോസ് എടുക്കേണ്ടി വന്നിട്ടില്ല ഈ മാസം. പിന്നെ അതുപോലെ അത് കാരണമാണ് നമ്മൾ എല്ലാവരും ബിഗിനേഴ്സ് ട്രേഡേഴ്സിനോടൊക്കെ പറയുന്നത് എന്താ പറയുക, ഈ റിസ്ക് മാനേജ്മെൻറ്റിൽ കുറച്ചുകൂടി നന്നായി ഫോക്കസ് ചെയ്യാൻ പറയും. റിസ്ക് മാനേജ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ലോസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു മന്തിൽ 9 ദിവസം ട്രേഡ് എടുത്തതിൽ 13 ദിവസം ട്രേഡ് എടുത്തതിൽ 9 ദിവസം നമുക്ക് ലോസാണ്. എന്നിട്ട് നമുക്ക് ആകെ എൻ്റെ ഒരു മന്ത് ലോസ് നോക്കുമ്പോൾ 3750, അതായത് നിയർലി 3800 രൂപ നമുക്ക് ലോസ് വരുന്നുള്ളൂ. ഓക്കെ, അതിൽ എന്താ പറയുക 2 ട്രേഡ് നമ്മൾ വിചാരിച്ചതിനേക്കാളും ലോസ് വന്നു. അതായത് ഈ ഓപ്ഷനിൽ ചില സമയത്ത് ഈ നമ്മൾ എക്സിറ്റ് ഓർഡർ ഇട്ടത് എന്താ പറയുക ട്രിഗർ ആവാതെ കയറിപ്പോകുമല്ലോ. അങ്ങനെ ഒരു 2 ദിവസം നടന്ന കാരണമാണ് ഈ 3756 വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3000 ഒക്കെ അടുത്ത് നമുക്ക് ആ ലോസ് വരുള്ളൂ. അതുപോലെ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് പെർ ട്രേഡ്, അതായത് 4 ട്രേഡിൽ നിന്ന് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് വന്നിരിക്കണം 5810. അത് ഡിവൈഡഡ് ബൈ 4 കൊടുക്കുമ്പോൾ ആവറേജ് പ്രോഫിറ്റ് പെർ ട്രേഡ് നമുക്ക് വരുന്ന 1452. അതുപോലെ ആവറേജ് ലോസ് പെർ ട്രേഡ് വെച്ച് നോക്കുമ്പോൾ 9600 ടോട്ടൽ ലോസ് വരുന്നത്. അതിന് ഡിവൈഡഡ് ബൈ 9 ദിവസത്തെ ലോസ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 1066. അതായത് പ്രോഫിറ്റിനെക്കാട്ടിലും ഒരു 300 പോയിൻറ്റ്സ് കുറവാണ് ലോസ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോങ് ടൈമിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആവും എന്ന് പറയുന്നത്. പിന്നെന്താ പറയുക, അതിൽ നമ്മളെ ആ ഒരു 30-ാം തീയതി 29-ാം തീയതി ആയിട്ട് നമ്മളൊരു ഗ്യാപ്പ് അപ്പ് ഡേയുടെ ഒരു ട്രേഡ് എടുത്തിരുന്നു. അതിലാണ് നമ്മൾ കുറച്ച് വലിയൊരു ലോസ് എടുക്കേണ്ടത്, 2600 രൂപ അടുത്ത്. ഓക്കെ, ഇനി അടുത്ത മാസം മുതൽ നവംബർ മുതൽ നമ്മളൊരു 2 സ്ട്രാറ്റജി കൂടി നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജിയുടെ കൂടെ നെക്സ്റ്റ് മന്ത് മുതൽ നമ്മൾ ആ സ്ട്രാറ്റജി കൂടി ട്രേഡ് ചെയ്യും. ഇത് ലൈവിൽ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ചില സമയത്ത് ചിലപ്പം ഡേ മൊത്തം ഇരിക്കേണ്ടി വരും സ്ട്രാറ്റജി വൈസൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഓഡിയൻസിന് എന്താ പറയുക ബോറിംഗ് ആവുമോ എന്നറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ ഈ മാസത്തെ ലോസ് വരുന്നത് 3756. ഓക്കെ, ഇനി എന്തായാലും നവംബർ 3-ാം തീയതി മുതൽ നമുക്ക് നവംബർ മാസത്തെ ട്രേഡുകൾ തുടങ്ങാം. ഓക്കെ, ബൈ.